നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് കഴിഞ്ഞ സീസണിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തിയത്. തുടർന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരുപാട് ഗോളുകളും റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. തന്റെ പുതിയ അഭിമുഖത്തിൽ ഒരു 5 ടീമിനെ തിരഞ്ഞെടുക്കാൻ ഏർലിംഗ് ഹാലൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. 5 താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിൽ 3 മുന്നേറ്റ നിര താരങ്ങളെയാണ് ഏർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ താരം ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോയാണ്. കൂടാതെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെയും അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. ഈ 2 താരങ്ങളെയും തന്റെ 5 ടീമിൽ അദ്ദേഹം ഉൾപ്പെടുത്തുകയായിരുന്നു. ഒരു പ്രതിരോധ നിര താരത്തെ മാത്രമാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത്. അത് ഇതിഹാസമായ മാൾഡീനിയാണ്. അതേസമയം ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഹാലൻഡിന് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് എഡേഴ്സനെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് നന്നായി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 5 മത്സരമാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു 15 ഗോളെങ്കിലും ഇങ്ങനെ നേടാൻ കഴിയും. പക്ഷേ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് കസിയസിനെയാണ്. ഇതാണ് ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവരെ 2 പേരെയും ഒരുപോലെ ഇദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. ഈ സീസണിലും മികച്ച പ്രകടനമാണ് ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി പുറത്തെടുക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 17 മത്സരങ്ങൾ കളിച്ച ഈ സൂപ്പർ താരം 14 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.